വേറെ ഒന്നും ചിന്തിക്കേണ്ട, നല്ലൊരു ബ്രീത്ത് എടുത്തേ. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്ത്. ഇനി ജ്യോതിഷയുടെ ഫേവറേറ്റ് നമ്പർ, ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഫോണിൽ സൺലോക്ക്. ഒരു പാട്ട് പാടാനായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ലോ അയാൾക്ക് വെള്ളി വീഴണം. പക്ഷേ ഒരു മജീഷ്യൻ്റെയും മെൻ്റലിസ്റ്റിൻ്റെ അവസ്ഥ അതല്ല. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞിട്ട് അതിൻ്റെ രഹസ്യം ഒന്ന് അറിയാനാണ് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ. ആസ്വാദനമല്ല നടക്കുന്നത്. ഫസ്റ്റ് നമ്പർ ഇസ് 1. 1 ആണോ? നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നടന്ന ഒരു ഇൻസിഡൻറ്റും ഞാൻ നേരത്തെ കാണാത്തതല്ല. ഇറ്റ്സ് ഓൾറെഡി പ്രിഡിക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ ജ്യോതിഷയ്ക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളിവിടെ ഇവിടെ ഇരിക്കുന്നതും ഇതൊക്കെ എനിക്ക് നേരത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയുന്നത്. ഒബ്സ്റ്റക്കിൾസ് വന്നില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയാതെ മരിച്ചു പോകും. എനിക്ക് ആദ്യം ഒരു 2 സ്റ്റുഡൻസാണ് എനിക്ക് വന്നത്. ഇന്ന് എനിക്ക് ഒരു 4-5 വർഷം പിന്നിടുമ്പോൾ എനിക്ക് അക്രോസ് ഗ്ലോബിൽ 300 സ്റ്റുഡൻസ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളുടെ സൈഡിലേക്ക് പ്രകൃതി കൊണ്ട് തരും. നമ്മുടെ ആൽക്കമിസ്റ്റിലൊക്കെ വായിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിറവേറ്റാനായിട്ട് പ്രകൃതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ല മൈൻഡ് റീഡേഴ്സ് ആരാണെന്ന് എന്നെ ജ്യോതിഷ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ മറുപടിയുള്ളൂ: അമ്മമാരാണ് ഏറ്റവും നല്ല മൈൻഡ് റീഡേഴ്സ്. കാര്യം തൻ്റെ കുട്ടി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ, അമ്മമാരാണ്. സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് മെന്റലിസ്റ്റ് മഹേഷ് കാപ്പിലാണ്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. താങ്ക് യു സോ മച്ച്. സോ ഈ മഹേഷിൽ നിന്നും മെന്റലിസ്റ്റ് മഹേഷിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഒരു 11 ഇയേഴ്സ് ആയില്ലേ പ്രാക്ടീസ്? ഓൾമോസ്റ്റ് 11-12 ഇയേഴ്സ് ആയി പ്രാക്ടീസ് ചെയ്യുന്നു. 2013 ശരിക്കും ഞാനിങ്ങനെ ഒരു മെൻ്റലിസ്റ്റ് ആകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സ്പീക്കർ ആകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ പബ്ലിക് സ്പീക്കർ ആകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പല ആൾക്കാരെയും സമീപിച്ചു, ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ബുക്സുകൾ വായിക്കണം, ഒരു ഓവർനൈറ്റിൽ നമുക്കൊരു ട്രെയിനറായിട്ട് മാറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വാശിയായി എന്തായാലും ട്രെയിനർ ആകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അതുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് നോർമലി എല്ലാ ട്രെയിനേഴ്സും യൂസ് ചെയ്യുന്ന ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറയും. ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ ഡിസ്ട്രാക്ഷനിലേക്ക് വരും. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ ടൈമിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതൊരു മികച്ച ട്രെയിനേഴ്സ് യൂസ് ചെയ്യുന്നത് ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്ന അതായത് ഒരു ഇൻഡോർ ആക്ടിവിറ്റി. അതായത് അവരെ ആ ഒരു മൂഡിൽ നിന്നും വേറൊരു മൂഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ അത് നോർമലി അവർ ചെയ്യിക്കുക, ചിലപ്പം ക്ലാപ്പ് ചെയ്യിക്കും, ജമ്പ് ചെയ്യിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡോർ ഗെയിംസ് പ്ലാൻ ചെയ്യും. ഇതൊക്കെ ആയിരിക്കും ചെയ്യും. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഐസ് ബ്രേക്കേഴ്സ് ഇങ്ങനെ അന്വേഷിച്ച് പോയ സമയത്താണ് യാദൃശ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ മെൻ്റലിസം എന്ന് പറഞ്ഞ ടെർമിനോളജി പോലും എനിക്കറിയില്ല, ഒരു ഷോ കാണുന്നു. അപ്പോൾ അതിൽ ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യും. അപ്പം ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. കാര്യം വെച്ചാൽ അത് കണ്ടിട്ട്, കാരണം അങ്ങനെ ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അപ്പം അത് പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പം ആ സമയത്ത് 2-3 ട്രിക്സുകൾ, ചെറിയ ട്രിക്സുകൾ, വളരെ ചെറുതായിട്ടുള്ള ട്രിക്സുകൾ അന്ന് റിവീൽഡായിരുന്നു. 2013 അപ്പം ഞാൻ അത് ഇങ്ങനെ നോക്കി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഈ ട്രെയിനിങ് എടുക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ഐസ് ബ്രേക്കേഴ്സിന് പകരം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ശരിക്കും നല്ല അക്സെപ്റ്റൻസ് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ. എനിക്ക് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ കൂടെ ടാഗ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാനിത് മെൻ്റലിസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം എന്നെ മനസ്സിലാവും. പക്ഷേ ആ ആഗ്രഹം മാത്രമാണുള്ളത്. പക്ഷേ എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല, ആരോട് ചോദിക്കണമെന്നും അറിയില്ല. അന്ന് 2013 ശരിക്കും മെൻ്റലിസം പോലും നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ കേട്ടിട്ട് പോലുമില്ല. നമ്മൾ 2016 നമ്മൾ മെൻ്റലിസത്തെക്കുറിച്ച് കേട്ട് തുടങ്ങുന്നത്, മലയാളികൾ എസ്പെഷ്യലി കേട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ 2013 ഞാൻ അന്ന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറേ മെൻ്റലിസ്റ്റുകളായിട്ട് കോൺടാക്ട് ചെയ്തെങ്കിലും എനിക്ക് അത്ര ഒരു ഫേവറബിൾ ആയിട്ടുള്ള റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഒരാളെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് എവിടെ പഠിക്കാൻ, അവർ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഇത് മേ ബി ചിലപ്പോൾ ഒരു കോമ്പറ്റീറ്ററെ എന്തിനാ അൺനെസസറി ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ അവർക്ക് മനസ്സിലുണ്ടായത്. പക്ഷേ അതൊരു വാശിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് ഞാനിങ്ങനെ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യം എവിടെ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ദിവസം ഒരു മെയിൽ വരുന്നത്, ഇങ്ങനെ UK നിന്ന് ഇങ്ങനൊരു മെൻ്റലിസത്തിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് വരാം. അതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. ഞാൻ മുംബൈയിൽ പോയി ഇതൊരാൾ പഠിപ്പിക്കുമെന്ന് കരുതിയിട്ട്, പക്ഷേ അയാൾ എന്നോട് അവിടെ ചെന്നപ്പോഴാണ് ഫ്രാങ്കായിട്ട് പറയുന്നത്, മഹേഷ് ഞാനൊരു മജീഷ്യനാണ്,
ഞാൻ മെൻ്റലിസ്റ്റ് അല്ല, മാജിക്സിൻ്റെ കുറേ കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നിരാശനായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഇത് വരുന്നത്, മെയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അതിൻ്റെ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഒന്നും നോക്കിയില്ല. ഈ പഠിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യണം. ആ കോഴ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വെർത്തായിട്ടൊരു കോഴ്സായിരുന്നു. 3 മാസത്തെ കോഴ്സായിരുന്നു. ഒരു 3 months കോഴ്സായിരുന്നു. അത് ക്രാഷ് കോഴ്സാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഈ ട്രെയിനിങ്ങിൽ ഈ ഐസ് ബ്രേക്കേഴ്സിന് പകരമൊക്കെ മെൻ്റലിസം ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ വന്നൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരുപാട് ട്രെയിനേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് എസ്പെഷ്യലി കേരളം. കാര്യം വാളെടുത്തവനെ എല്ലാവരും വെളിച്ചപ്പാടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും. എല്ലാവരും മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. അപ്പോൾ അവിടുന്ന് മഹേഷ് കാപ്പിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ വ്യത്യസ്തനാക്കുന്ന എന്താണെന്നുള്ളതാണ് എൻ്റെ USP, എൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അവിടെ ഞാൻ മുന്നോട്ട് വെച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആശയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മഹേഷ് കാപ്പിലിനെയാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷണൽ സ്പീക്കറിനോടൊപ്പം തന്നെ ഒരു എൻ്റർടൈനറും കിട്ടും. അത് 2-in-1 പാക്കേജ്. അപ്പോൾ അതുപോലെയാണ് ഞാനത് പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു ആവേശത്തിലൊക്കെ 2019-2020 ആ സമയത്ത് കുറേ ആവേശം അങ്ങ് കയറിയ സമയത്ത് എൻ്റെ ഉള്ള ജോലിയൊക്കെ ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് 17 വർഷത്തെ നീണ്ട ഇടവേളകൾക്ക് ശേഷം നമ്മളത് വേണ്ടാന്ന് വെച്ചു. ലീവല്ല, ഞാൻ ശരിക്കും പാർട്ട് ടൈമിലായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സാറ്റർഡേ സൺഡേ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, വേറെ കാര്യങ്ങളിലേക്കൊന്നും എൻ്റെ ശ്രദ്ധ കൊടുക്കാതെ ഞാൻ ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു, പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചില സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കും, ഫ്രീ ഓഫ് കോസ്റ്റ്. അന്നൊന്നും എനിക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. 2019 ആയ സമയത്ത് ഏകദേശം ഒരു മനസ്സിലോ തീരുമാനം വന്നു, ഇതല്ല ഞാൻ ചെയ്യേണ്ടത്. പർപ്പസ് ഓഫ് ലൈഫ് എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പം ഞാൻ അതിൽ നിന്ന് പതുക്കെ പുറകോട്ട് വരാൻ തുടങ്ങി. അപ്പം ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എന്തായാലും ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EMIs ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് എന്തായാലും റെക്ടിഫൈ ചെയ്ത് പോകണം. കാര്യം ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിൽ ഏണിംഗ് മെമ്പർ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു വർഷത്തേക്കുള്ള എമൗണ്ട് എൻ്റെ ബാങ്കിൽ കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. അന്ന് എൻ്റെ VP വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു, യു ആർ ഇൻ റോങ് ട്രാക്ക് മഹേഷ്. കാര്യം ഇത് നല്ലതല്ല, അത്ര ഒരു ചാമിങ് ഉള്ള സംഭവമൊന്നുമല്ല, നീ സ്ട്രഗിൾ ചെയ്യും. പിന്നെ നിനക്ക് എപ്പോഴാണോ തിരിച്ചു വരണമെന്ന് തോന്നുന്നത്, യു ഓൾവേസ് വെൽക്കം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ മൈൻഡിലാണ് ഞാൻ ആ സമയത്ത് നിൽക്കുന്നത്. പക്ഷേ അന്ന് ഞാനൊരു ഉറച്ച തീരുമാനം ഞാൻ എൻ്റെ VP യോട് പറഞ്ഞത്, സാറേ ഞാൻ തിരിച്ചു വരില്ല, ഞാൻ ഇനി ഈ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു വരില്ല, ഞാൻ ഇതാണ്. ഒരു മനോഹരം എന്ന സിനിമയിലൊരു ഡയലോഗുണ്ട്, അതായത് നിൻ്റെ കഴിവാണ് നിൻ്റെ വഴി, അത് നിന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന് പറയും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടൊക്കെ നമ്മൾ റെസിഗ്നേഷൻ കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു, ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് എല്ലാം വാങ്ങിച്ച് 2020 ആയപ്പോഴാണ് എല്ലാവരുടെയും വില്ലനായിട്ട് കൊറോണ വന്നത്. അത് എൻ്റെയും വില്ലനായിരുന്നു. പക്ഷേ എനിക്കത് വില്ലനായിരുന്നില്ല. അത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പം ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് അത് നമുക്ക് നല്ലതാകുന്നതും മോശമാകുന്നത്, വില്ലനാകുന്നതും ഹീറോ ആകുന്നതും. അപ്പോൾ അതിൽ ഞാൻ കൊറോണ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് 2-3 കമ്പനികൾ നല്ല കോൺടാക്ട്സ് ഉള്ളതുകൊണ്ട്, എനിക്ക് HR-ഉമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ഉള്ളതുകൊണ്ട് ആ കമ്പനികളിൽ നിന്ന് അവരുടെ ആനുവൽ പ്രോഗ്രാമൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയി. ഞാൻ കോട്ട് അയച്ചു, അവർ അപ്രൂവ് ചെയ്തെല്ലാം ചെയ്തു. അങ്ങനെ നിൽക്കുന്നൊരു അവസരത്തിലാണ് ശരിക്കും കൊറോണ വന്നിട്ട് എല്ലാ കമ്പനികളും ഷട്ട് ഡൗൺ ചെയ്യുന്ന, ഇവൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം നമ്മൾ 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസമായി, 1 വർഷമായി. അപ്പോൾ 1 വർഷമായപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഫണ്ട് എക്സോസ്റ്റായി. കാരണം എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ 1 വർഷം വരെ നമുക്കിങ്ങനെ ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നാളെ മാറും, മറ്റന്നാൾ മാറും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ 1 വർഷമായപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി തിരിച്ചൊരു കമ്പനിയിലേക്ക് പോയി ആ ഒരു മെൻ്റൽ ഒരു ഗ്യാപ്പ് വന്നല്ലോ, പിന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കുമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ ആ സമയത്താണ് ആലോചിച്ച് തുടങ്ങി, എന്താണ് വാട്ട് നെക്സ്റ്റ്, എന്താണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയുന്നത്. ഒബ്സ്റ്റക്കിൾസ് വന്നില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയാതെ മരിച്ചു പോകും. ഞാൻ ആ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട്, ഓർഗനൈസേഷനിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിങ്ങനൊരു ടാലൻ്റ് ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ ഒബ്സ്റ്റക്കിൾ ഞാൻ തിരിച്ചറിയുന്ന കാര്യമാണ്. ഞാൻ 2013 ഈ ഒരു ആർട്ട് ഫോം, ഞാൻ മെൻ്റലിസ്റ്റിലെ ആർട്ട് ഫോം എന്നാണ് എപ്പോഴും പറയുന്നത്. കാര്യം ഏതൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്ന ആർട്ട് ഫോമാണ്. കാര്യം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് മെൻ്റലിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പം വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് പഠിക്കാൻ ഒരുപാട് പേരുണ്ട്, പഠിപ്പിക്കാൻ ആൾക്കാരില്ല, ഫാക്കൽറ്റീസ് ഇല്ല ഇന്ത്യയിൽ. എസ്പെഷ്യലി മലയാളത്തിലൊന്നും പഠിപ്പിക്കാൻ ആൾക്കാരില്ല. നമ്മളൊക്കെ പഠിക്കുന്നത് UK എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിപ്പിക്കാൻ ആൾക്കാരില്ലാത്തൊരു സ്കേഴ്സിറ്റിയാണെന്ന് മനസ്സിലാക്കുകയും ഞാനത് ഓൺലൈനായിട്ട് ആദ്യമായിട്ട്, എനിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. സൂമിൽ ഞാൻ ജസ്റ്റ് ഒരു ക്യാൻവയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണ്.
ഇങ്ങനെ മെൻ്റലിസം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പഠിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സെൽഫായിട്ട് മാർക്കറ്റിംഗ് ചെയ്തു. എനിക്ക് ആദ്യം ഒരു 2 സ്റ്റുഡൻസാണ് എനിക്ക് വന്നത്. ഒരു എയിംസിൽ വർക്ക് ചെയ്യുന്ന ഒരാളും പിന്നെ ഒരു LLBക്ക് പഠിക്കുന്ന ഒരു പയ്യനുമായിരുന്നു വന്നത്. അവിടുന്ന് ഞാൻ തുടങ്ങിയതാണ്. ഇന്ന് എനിക്ക് ഒരു 4-5 വർഷം പിന്നിടുമ്പം എനിക്ക് അക്രോസ് ഗ്ലോബിൽ 300 സ്റ്റുഡൻസ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസാണ്. അവിടുന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, എൻ്റെ ഈ പാഷനിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയ ആ നിമിഷത്തിലാണ്. പിന്നെ ആ സമയത്ത് പിന്നെ ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റ് ദുബായിൽ ബിസിനസ്സുകാരനായിരുന്നു. എനിക്ക് അങ്ങനെ ഒരുപാട് കോൺടാക്ട്സ് കിട്ടി. അപ്പം ദുബായിൽ എന്നെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഈ ആൾ എന്നോട് ഒരിക്കൽ ചോദിക്കുകയാണ്, മഹേഷിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ആനുവൽ മീറ്റപ്പ് നടക്കുന്നുണ്ട്. അവിടെ കൊറോണയൊന്നും അധികം ബാധിച്ചിട്ടില്ല. അവിടെ ഇവൻറ്റ്സിന് എന്താണെങ്കിലും കൊറോണ അല്ലെങ്കിൽ എന്ത് വന്നാലും ഇവൻറ്റ്സ് ബ്ലോക്ക് ആകാത്തൊരു സ്ഥലമാണ് ദുബായ്. അപ്പം അവിടെ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ആനുവൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്, ഒരു ക്രൂസിൽ വെച്ച് നടക്കുന്നത്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി എനിക്ക് വിസ അയച്ചു തരുന്നു, പുള്ളി ടിക്കറ്റ് അയച്ചു തരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഒരു വില്ലയിൽ ഡമാക്ക് എന്ന് പറയുന്ന വില്ലയിൽ താമസിക്കുന്ന മഹേഷിന് വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാം, ഒരു 20 ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ദുബായ് എന്താണെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആദ്യമായിട്ട് ഞാൻ UAE പോവാണ്. ഇയാളുടെ കോളിന് അയാൾ എനിക്ക് എയർ ടിക്കറ്റ് അയച്ചു തന്നു, വിസ അയച്ചു തന്നു, എല്ലാം തന്നു. ഞാൻ അവിടെ ചെല്ലുന്നു, ആ ആളുടെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നു. ആ ആൾ എന്നെ ദുബായ് ഫുള്ള് ചുറ്റി നടന്നുകൊണ്ട് കാണിക്കുകയാണ്, ഇതാണ് ദുബായ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു മണ്ണാണത്, ഇവിടെ കഷ്ടപ്പെടാനുള്ള മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ പറ്റുന്നൊരു മണ്ണാണ് ദുബായ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ 20 ദിവസത്തെ ആ ഒരു ഹോളിഡേക്കൊക്കെ ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ നവംബറിലാണ് ഞാൻ പോകുന്നത്. ഫെബ്രുവരി തിരിച്ച് ഞാൻ പോവാം. പക്ഷേ ജോലിയായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഒരു 3 മാസം വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെക്കൊണ്ട് ഈ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ടോട്ടലി മാറി നിൽക്കുക. അപ്പം എനിക്കിതാണ് എൻ്റെ പാഷൻ. ഞാൻ ശ്വസിക്കുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നതൊക്കെ മെൻ്റലിസം ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പം ഞാൻ ആ ആളോട് പറഞ്ഞു എനിക്ക് പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരും, വിസ ക്യാൻസലാവും, എല്ലാ പ്രോസസ്സും വന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ ജോലിക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ട സമയത്ത് ആ കമ്പനിയിലല്ല, കമ്പനിയിൽ റിസൈൻ ചെയ്തിട്ട് ഞാൻ ഫ്രീലാൻസ് വിസ എടുത്തു. ഞാൻ വിസിറ്റിംഗ് വിസയിൽ ഞാനൊരു 3 മന്ത്സ് അന്ന് കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചു. 3 മന്ത്സ് വിസയിൽ ഞാൻ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഈവൻ ഫുഡിന് പോലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. കാരണം അവിടെ നമ്മൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ദുബായിൽ പട്ടിണി കിടക്കണമെങ്കിൽ ഒരു 50,000 റുപ്പീസ് വേണം. കാര്യം അക്കോമഡേഷൻ തന്നെ നല്ല കോസ്റ്റാവും. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളുടെ സൈഡിലേക്ക് പ്രകൃതി കൊണ്ട് തരും. നമ്മുടെ ആൽക്കമിസ്റ്റിലൊക്കെ വായിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിറവേറ്റാനായിട്ട് പ്രകൃതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എന്നെ അന്നൊരു ഫാസ്റ്റ് ബിസിനസ് സെൻറ്ററിൻ്റെ ഒരു ഓണറുണ്ട്, ഗഫൂഷാസ് എന്ന് പറയും. ഈ ആളുമായിട്ട് ഞാൻ യാദൃശ്യമായിട്ട് വരും, എൻ്റെ ഫ്രണ്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ. ആ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് വന്ന സമയത്ത് ഞാൻ ആളോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇതൊക്കെയാണ് എൻ്റെ പ്രോബ്ലം. ഒരു വിസ എടുത്ത് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ അഫോർഡബിൾ അല്ല, കാരണം അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. പുള്ളി പറഞ്ഞു, മഹേഷ് അങ്ങനെ ഡിസൈഡ് ചെയ്യേണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരു മാസത്തെ പരിചയമുള്ളതെന്ന് മനസ്സിലാക്കുക. ഈ 1 മാസത്തെ പരിചയത്തിൽ പുള്ളി എന്നോട് പറയുകയാണ്, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളൊരിക്കലും പുറത്ത് കിടക്കേണ്ടി വരില്ല. ആൾക്ക് അത്രയും റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, കിടക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് വിസ ഞാൻ തന്നോളാം. അങ്ങനെ ആ ഒരു കോൺഫിഡൻസിലാണ് പിന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. 2.5 വർഷം. ഈ 2.5 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എനിക്ക് അത്യാവശ്യം മലയാളി ബിസിനസ്സുകാരുടെ ഇടയിൽ എൻ്റെ പേര് പറഞ്ഞാൽ അറിയാം. ആ ഒരു കോൺടാക്ട്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ആ കോൺടാക്ട്സിലേക്ക് എന്നെ എത്തിച്ചത് മെൻ്റലിസം എന്നൊരു ആർട്ട് ഫോമാണ്, വേറെ ഒന്നുമല്ല. അല്ലാതെ വേറെ ഒരു സ്പെഷ്യാലിറ്റി മഹേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറയാനില്ല. ഈ ഒരൊറ്റ സ്പെഷ്യാലിറ്റി ഉള്ളൂ പറയാനായിട്ട്. പക്ഷേ ഇന്ന് എനിക്ക് പല ഓൺട്രപ്രണേഴ്സുമായിട്ടും ഡോർ നോക്ക് ചെയ്യാതെ അകത്തേക്ക് കയറാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ വീട്ടിലാണെങ്കിലും അവരുടെ ഓഫീസിലാണെങ്കിലും. അപ്പം അതുകൊണ്ട് ഞാനിതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മറ്റുള്ളവരോടും പറയാറുണ്ട്, മെൻ്റലിസം ഈസ് നോട്ട് എ മാസ്റ്ററി, മെൻ്റലിസം ഈസ് നോട്ട് എ മിസ്റ്ററി, ഇറ്റ്സ് എ മാസ്റ്ററി. ഇത് ആർക്കും പഠിക്കാവുന്ന ഒരു കലാരൂപമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ കുറച്ചും കൂടെ ഒരു നമുക്ക് കുറച്ചുകൂടെ നമ്മളെ എംപവർ ആക്കും, കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ളവരാക്കി മാറ്റും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും മറ്റുള്ളവർ നമ്മളോട് വന്ന് സംസാരിക്കണം എന്നുള്ള കാര്യം. അത് ചിലപ്പോൾ എല്ലാവർക്കും അത് ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ചിലപ്പം നമ്മളെ ആൾക്കാർ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ ചിലപ്പം നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും. പക്ഷേ പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്ത എന്നെപ്പോലെ ഒരാൾക്ക് വേറൊരു ടൂളും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് മറ്റുള്ളവരെ നമ്മളിലേക്കൊന്ന് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക്
പഠിക്കാൻ പറ്റുന്നൊരു ആർട്ട് ഫോമാണ് മെൻ്റലിസം. ഇതാണ് എൻ്റെ ജേണി ശരിക്കും. ഈ മെൻ്റലിസം എന്ന് പറയുന്നത് ശരിക്കും മൈൻഡ് റീഡിങ് തന്നെയാണോ? മെൻ്റലിസം എന്ന് പറയുന്നത് മൈൻഡ് റീഡിങ്, ഇത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെൻ്റലിസം ഒരു ആർട്ട് ഫോമാണ്, ഒരു കലാരൂപമാണ്. അതിനെ അങ്ങനെ തന്നെ ആസ്വദിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഈ മെൻ്റലിസ്റ്റുകൾ പെർഫോം ചെയ്യാൻ വരുമ്പം ആൾക്കാർ ഒരു സ്കെപ്റ്റിക് അപ്രോച്ചാണ് ഉണ്ടാവും. അതായത് ഇയാൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു പാട്ട് പാടാനായിട്ട് ഒരാൾ വരുമ്പം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ അയാൾക്ക് വെള്ളി വീഴണമെന്ന്. പക്ഷേ ഒരു മജീഷ്യൻ്റെയും മെൻ്റലിസ്റ്റിൻ്റെ അവസ്ഥ അതല്ല. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞിട്ട് അതിൻ്റെ രഹസ്യം ഒന്ന് അറിയാനാണ് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ. ആസ്വാദനമല്ല നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് എന്തോ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ് ഈ വ്യക്തിക്കുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയും ഈ ചെയ്യുന്ന ആൾക്കാർക്കില്ല. അതെല്ലായിടത്തും പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പ്രാക്ടീസാണ്. നമ്മളുടെ അതിനോടുള്ള ഡെഡിക്കേഷനാണ്. നമ്മൾ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വശത്താക്കാൻ പറ്റും. ഇതാണ് ഇത് ബേസിക്കലുള്ളത്. ഈ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും ഒരാളുടെ മൈൻഡിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് സ്യൂഡോ അല്ലെങ്കിൽ ഒരു കള്ളത്തരമാണ്. അങ്ങനെ ഒരാൾക്കും ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏറ്റവും നല്ല മൈൻഡ് റീഡേഴ്സ് ആരാണെന്ന് എന്നെ ജ്യോതിഷനോട് ചോദിച്ചാൽ എനിക്കൊരൊറ്റ മറുപടിയുള്ളൂ, അമ്മമാരാണ് ഏറ്റവും നല്ല മൈൻഡ് റീഡേഴ്സ്. കാര്യം തൻ്റെ കുട്ടി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ, അമ്മമാരാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മൈൻഡ് റീഡർ ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് മൈൻഡ് റീഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനാണ്. ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ചിലപ്പം നമ്മളുടെ ഈ പ്രാക്ടീസ് കൊണ്ട് നമ്മളുടെ ഈ സ്കിൽ സെറ്റ് നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു സാധാരണ ഒരാളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റി മെൻ്റലിസ്റ്റുകൾക്ക് ഉണ്ടാകും, ബോഡി ലാംഗ്വേജിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരാളെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗസ് വർക്കാണ് ചെയ്യുന്നത്. മേ ബി ഇതായിരിക്കാം ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൈൻഡ് റീഡിങ് നമ്മൾ ചെയ്യാനായിട്ട് ഒരുപാട് നമ്മളുടേതായിട്ടുള്ള കുറേ ടെക്നിക്സുകളുണ്ട്. അത് റിവീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കലയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇതിനെ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇതൊരു കലാരൂപമാണ്, അങ്ങനെ തന്നെ ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഈ പറയുന്ന സ്കെപ്റ്റിക് അപ്രോച്ച് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അബുദാബിയിൽ ഒരു ഷോ ചെയ്ത സമയത്ത് ഒരാൾ സ്റ്റേജിലേക്ക് കയറി വരുമോ, ആ ആൾ മദ്യം കഴിച്ചിട്ടുണ്ട്. അപ്പം നോർമൽ അല്ലാത്ത ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വിധത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാളെ ഉന്തിത്തള്ളി നമ്മൾ പുറത്തേക്ക് വിട്ടിട്ട് വേറൊരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം മൈൻഡ് റീഡിങ് നമ്മൾ പലപ്പോഴും സ്റ്റേജുകളിൽ ചെയ്യുന്ന സമയത്ത് ഒരു മെൻ്റലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്കിൽ സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് അയാളുടെ വിജയം. അപ്പം മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരാൾക്ക് ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുക. പക്ഷേ മൈൻഡ് റീഡ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒരുപാട് ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്സിലൂടെയാണ് പലപ്പോഴും നമ്മൾ അതിലേക്ക് എത്തുക. പിന്നെ മൈൻഡ് റീഡിങ് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് സൈക്കോളജിക്കൽ ഫോഴ്സിംഗ് എന്ന് പറയും. സൈക്കോളജിക്കൽ ഫോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസാരത്തിലൂടെ, നമ്മളുടെ ആംഗ്യങ്ങളിലൂടെ ചില മെസ്സേജുകൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ കൊടുത്തൊരു തോട്ട്സിനെ, എനിക്കറിയാമല്ലോ ഞാൻ എന്താ തോട്ട് കൊടുത്തിരിക്കുന്നത്, ആ തോട്ടിനെ ഞാൻ എന്ത് ചെയ്യും, റിവീൽ ചെയ്യും. അപ്പം ഇയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്കോളജിക്കൽ ഫോഴ്സിംഗ് എന്ന് പറയും. അതിലൂടെ നമുക്ക് മൈൻഡ് റീഡിങ് ഒരു അനുഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി മൈൻഡ് റീഡിംഗ് അല്ല, അവരെ കൊണ്ട് നമ്മൾ തോന്നിപ്പിച്ചതാണ്. പക്ഷെ അതിന് ഒരുപാട് പരിമിതിയുണ്ട്, പക്ഷേ അതിന് സാധ്യതകളുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലൂടെ എന്താ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, അതായത് നമുക്കൊരാളുടെ മനസ്സിനെ കൃത്യമായിട്ടൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഓരോ ആൾക്കാരുടെയും, ഇപ്പം ഒരാൾ നെർവസ് ആണോ നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ നമ്മളിങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലിരിക്കുന്ന ആൾ നെർവസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ജസ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസും വോളണ്ടറി മസിൽസും ഉണ്ട്. അതായത് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത മസിൽസ് ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മസിൽസ് ഉണ്ട്. അപ്പം ജ്യോതിഷനോട് പറഞ്ഞില്ലേ, എനിക്കൊരു ആക്ടർ ആകണം, എന്തുകൊണ്ട് മനുഷ്യനെ അഭിനയിക്കാൻ പറ്റുന്നു? നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള കുറേ മസിൽസ് ഉണ്ട്. നമുക്ക് ചിരി വന്നില്ലെങ്കിൽ ചിരിക്കാൻ പറ്റും, കരച്ചിൽ വന്നില്ലെങ്കിൽ നമുക്ക് കരയാൻ പറ്റും. ഇതൊക്കെ റീസൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ മസിൽസ് നമുക്കുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസും ഉണ്ട്. അത് എസ്പെഷ്യലി ഉണ്ടാവും നമ്മുടെ കണ്ണുകളിലാണ്. ഇപ്പോൾ ഒരാളുടെ കണ്ണിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ കണ്ണുകളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയാൽ ആ ആളുടെ കറൻ്റ്ലി റൺ ചെയ്യുന്ന ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നെ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം എന്നോട് ജ്യോതിഷം നേരത്തെ പറഞ്ഞുകൊണ്ടാണ്, പക്ഷേ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം യു ആർ ഡിസ്റ്റർബ്ഡ് എന്നുള്ളതാണ്. കാര്യം എനിക്ക് പനിയാണ്, വയ്യാതിരിക്കുവാണ് എന്നോട് നേരത്തെ പറഞ്ഞുകൊണ്ട് എനിക്ക് അതിൻ്റെ കോഴ്സ് മനസ്സിലായി. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, ഡിസ്റ്റർബ്ഡ് ആണ്, കംഫർട്ടബിൾ അല്ല എന്നുള്ളൊരു എനിക്കൊരു ഫീലിംഗ് വരും.
അതങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ബോഡി ലാംഗ്വേജിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? ഈ മെൻ്റലിസത്തിൽ മാജിക്കും ഇൻവോൾവ് ആണോ? ഡെഫിനറ്റ്ലി. മാജിക്കിൻ്റെ ഒരു, അതായത് സൊഫിസ്റ്റിക്കേറ്റഡ് ഫോം ഓഫ് മാജിക് എന്നാണ് പലപ്പോഴും മെൻ്റലിസത്തിനെ പറയുക. എന്നാൽ മാജിക്കിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് സൈക്കോളജിക്കൽ എലമെൻറ്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മെൻ്റലിസം പലപ്പോഴും പെർഫോം ചെയ്യുക. പക്ഷേ ഇതൊരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ആയിട്ടൊന്നും ഒരിക്കലും ഒരാളും തെറ്റിദ്ധരിക്കരുത്. അത് അങ്ങനെ ഒരു സംഭവമല്ല. ഇത് പ്രാക്ടീസ് ചെയ്താൽ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കലാരൂപം മാത്രമാണ്, വേറൊന്നുമല്ല. അല്ല, ചില ആൾക്കാർ പറയും ജന്മന എനിക്ക് ഒരു സിദ്ധി കിട്ടി, പിന്നെ ഒരു ഇടിമിന്നൽ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ബോധോദയം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റീവ് മൈൻഡ് ഉണ്ട്, എനിക്കിത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, പെർഫോം ചെയ്യാം. പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു ഷോമാൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഇൻബോണായിട്ട് ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ചില ആൾക്കാർക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളൊരു മികവുണ്ടാവും. അപ്പോൾ അതും കൂടെ ഉള്ളൊരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കുറച്ചുകൂടെ ആകർഷണീയത തോന്നും. അത്രയും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്താ നോക്കാം. ഓക്കെ, നമ്മളുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ, അല്ലേ? ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു നിമിഷം പോലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 100 ഇയേഴ്സിന് മുമ്പായിട്ട് നമ്മളോട് പറയുവാണ് ഒരു ഇത്രയും വലിപ്പത്തിലുള്ളൊരു സംഭവത്തിലൂടെ നമുക്ക് ലോകത്തെ മുഴുവൻ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല, അല്ലേ? പക്ഷേ ഇന്ന് നമുക്ക് ഓരോ ദിവസവും അതിനകത്ത് ടെക്നോളജിയിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ലോകത്തെ നമ്മൾ ഈ ഒരു ചെറിയൊരു സ്ക്രീനിലേക്ക് നമ്മുടെ ജീവിതം ഒതുക്കിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണോ ഉണ്ടാവുക? എസ്പെഷ്യലി കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആവറേജ് സ്ക്രീൻ ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും 4 to 5 hours ഒരാൾ ആവറേജ് സ്ക്രീൻ ടൈമൊക്കെ വരിക. കാര്യം അത്രയും നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ നമ്മൾ പലപ്പോഴും മെൻ്റലിസം പെർഫോം ചെയ്യാൻ വരുന്ന സമയത്ത് എല്ലാവരുടെ ആഗ്രഹം മറ്റുള്ളവരുടെ മനസ്സിലുള്ള അവർ പബ്ലിക്കിനോട് പറയാത്ത ഇൻഫർമേഷൻസ് മെൻ്റലിസ്റ്റോട് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. എസ്പെഷ്യലി നമുക്കൊക്കെ ഒരു മനുഷ്യനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒന്ന് എത്തി നോക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്, സവിശേഷതയാണത്. കാര്യം എൻ്റെ കാര്യത്തെക്കാളും കൂടുതൽ ഞാൻ കൺസേൺ ആയിരിക്കും മറ്റുള്ളവരുടെ കാര്യം. അതായത് എസ്പെഷ്യലി നാട്ടിൻപുറമൊക്കെ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു ദിവസം നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരെക്കാളും നമ്മളെക്കാളും കൂടുതൽ കൺസേൺ ഉണ്ടാവുക നാട്ടുകാർക്കായിരിക്കും. ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ആപ്പിളിലെ റിമൈൻഡറൊന്നും ആവശ്യമില്ല, ഇവർ മതി. കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള സ്വഭാവം മനുഷ്യനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ജ്യോതിഷയുടെ മൊബൈൽ ഫോണിൻ്റെ പാസ്കോഡ് അല്ലെങ്കിൽ പാസ്വേഡ് ഒരു മെൻ്റലിസ്റ്റ് റിവീൽ ചെയ്യണം. എല്ലാവരും ഒരു മെൻ്റലിസ്റ്റിനെ കാണുന്ന സമയത്ത് പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ദുബായിൽ കെമ്പൻസ്കിയിൽ എനിക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു. ഒരു ഫാസ്റ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 300 എംപ്ലോയീസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ എമിറാത്തി ഉണ്ട്. അപ്പോൾ അവർ എന്നോട് വന്നിട്ട് ഈ ഷോ കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ട് പറഞ്ഞു, മഹേഷ് ക്യാൻ യു അൺലോക്ക് ദിസ് ഫോൺ, എൻ്റെ ഫോണൊന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ. അപ്പോൾ അതായത് അവരൊരു മെൻ്റലിസ്റ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരും മനസ്സിൽ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഫോൺ അൺലോക്ക് ചെയ്യുന്നൊരു സംഭവമായിരിക്കും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ നമ്മളെല്ലാ ഷോസിലും എല്ലാ വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ നമുക്ക് നിരവധി ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. പല മെൻ്റലിസ്റ്റുകളും വന്നിട്ട് മറ്റുള്ളവരുടെ മൊബൈൽ ഫോണിൻ്റെ പാസ്കോഡ് അൺലോക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഇൻ്റർവ്യൂ പറഞ്ഞ സമയത്ത് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു സംഭവം നമുക്ക് ചെയ്യാം, അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നോർമലി മെൻ്റലിസ്റ്റുകൾ മറ്റുള്ളവരുടെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡാണ് അൺലോക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഞാൻ ആ മെൻ്റലിസ്റ്റിൻ്റെ എബിലിറ്റി കുറച്ച് നേരത്തേക്ക് ജ്യോതിഷയ്ക്ക് തരാൻ പോകും. അപ്പോൾ ജ്യോതിഷയ്ക്ക് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ പാസ്കോഡ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ പാസ്കോഡിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ജ്യോതിഷയ്ക്ക് ഒരു ഐഡിയ ഇല്ല, ക്ലൂലെസ് ആണ്. അപ്പം എൻ്റെ മൊബൈലിൻ്റെ പാസ്കോഡ് ജ്യോതിഷ റിവീൽ ചെയ്യാൻ പോവാം. ആ ഒരു പവർ റിസീവ് ചെയ്യാനായിട്ടൊന്ന് റെഡി ആയിരുന്നു. ഇതുവരെ ഏതെങ്കിലും വ്യക്തികളുടെ പാസ്കോഡ് ജ്യോതിഷ അൺലോക്ക് ചെയ്തിട്ടുണ്ടോ, ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാറ്റേൺ പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവും. അതായത് നമ്മളെ കൈയുടെ പാട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. പക്ഷേ പാസ്വേഡ് ഇതുവരെ ലൈഫിൽ ആരുടെയും ഹാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ടുണ്ടോ അല്ലാതെ വേറെ ആളുടെയും അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ അയാൾ പറയാതെ ഒരിക്കലും അൺലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജ്യോതിഷം ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിൽ എനിക്കൊരു പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ഈ പാസ്വേഡ് ഞാൻ ജ്യോതിഷയോട് പറഞ്ഞിട്ടുമില്ല, അല്ലേ? അപ്പോൾ ജ്യോതിഷ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴും ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടാകാം, മെൻ്റലിസ്റ്റുകൾ എന്തെങ്കിലും
ഗിമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം ചെയ്യുന്നത്. ഞാനൊരു 3 ചാൻസുകൾ ഇവർക്ക് ക്യാമറയിൽ വരാൻ പറ്റുമോ? ഇല്ല, അവർ വരാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഞാൻ ഒരു ചാൻസ് ജ്യോതിഷയ്ക്ക് തരും. ആ സമയത്ത് ജ്യോതിഷ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജ്യോതിഷയുടെ മൊബൈലിൻ്റെ പാസ്കോഡ്, ആ പാസ്കോഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ മൊബൈൽ ഫോണൊന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. കാര്യം അതെങ്ങനെ ചെയ്യിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് ഫേക്ക് അല്ല, ഇത് ഒറിജിനലാണ്. കാര്യം ജ്യോതിഷയുടെ പാസ്കോഡ് വെച്ചിട്ട് എൻ്റെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇത് ഫേക്കാണ് അല്ലേ? പക്ഷേ ഇത് ഫേക്ക് അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 പേരും കൂടെ വരാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജ്യോതിഷ എന്നെ കാണിക്കേണ്ട, ജ്യോതിഷയുടെ പാസ്കോഡ് എൻ്റർ ചെയ്തിട്ട് ഈ മൊബൈൽ ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. അൺലോക്കായോ? ഇല്ല, ആയില്ല അല്ലേ? ഇനിയും ഒരാൾക്ക് വരാം. നിങ്ങളുടെ പാസ്കോഡ് യൂസ് ചെയ്തിട്ട് ഈ മൊബൈൽ ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. അൺലോക്കായോ? ഇല്ല. ഇനി താങ്കൾക്ക് വരാം. ഇല്ല. അപ്പം ഇത് ഗിമ്മിക്കല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ജ്യോതിഷം ഞാനൊരു സ്റ്റോറിയിലൂടെ കടത്തിവിടുവാണ്. അപ്പോൾ ആ സ്റ്റോറിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ആ സമയത്ത് ജ്യോതിഷയുടെ മനസ്സിൽ ചില നമ്പേഴ്സുകളൊക്കെ വരും. ആ നമ്പേഴ്സുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അത് മാത്രമാണ് ജ്യോതിഷം ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു ടൂളാണേ. വേറെ ഒന്നും ചിന്തിക്കേണ്ട. നല്ലൊരു ബ്രീത്ത് എടുത്തേ, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്തു. കംഫർട്ടബിൾ ആയില്ല. ഇനിയും ഇത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയാം, ജ്യോതിഷ കണ്ണുകളടയ്ക്കുക. കണ്ണുകളടച്ചിട്ട് ജ്യോതിഷയുടെ സ്കൂൾ ഡേയ്സിലേക്കൊന്ന് പോവാം. സ്കൂൾ ഡേയ്സിൽ പോകുന്ന സമയത്ത് സ്കൂൾ ബസ് വരുന്നതിനൊരു പെർട്ടിക്കുലർ ടൈമുണ്ട്. അപ്പോൾ ആ സ്കൂൾ ബസ് വരുന്ന ടൈമിംഗ് കൃത്യമായിട്ട് ജ്യോതിഷയുടെ മനസ്സിലുണ്ട്. അതിനകത്ത് ചിലപ്പോൾ മിനിറ്റ്സൊക്കെ ഉണ്ടാവും. ആ മിനിറ്റ്സൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് അതിനെ അവർലി മാത്രമാക്കുക, ഒരൊറ്റ സംഖ്യ ആക്കുക. ഒരു നമ്പർ വന്നിട്ടുണ്ടാവില്ലേ മനസ്സിൽ? ആ നമ്പർ 1-നും 10-നും ഇടയിലുള്ള ഒരു നമ്പറായിരിക്കും. ആ നമ്പരൊന്ന് ടൈപ്പ് ചെയ്ത്, ആ നമ്പർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഇനി കണ്ണുകളടച്ചു. ജ്യോതിഷ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്കൂളിൽ ടീച്ചർ ജ്യോതിഷയുടെ റോൾ നമ്പർ വിളിക്കുകയാണ്. ജ്യോതിഷ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, പ്രസൻറ്റ് മാം. അതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. ആ 2 ഡിജിറ്റ് നമ്പർ ഒന്ന് ട്രൈ ചെയ്തേ. ആ 2 ഡിജിറ്റ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഇനി ജ്യോതിഷയുടെ ഫേവറേറ്റ് നമ്പർ, അത് മാത്രം മനസ്സിലാലോചിക്കുക. 1-നും 10-നും ഇടയിലുള്ള ഒരു ഒറ്റക്ക നമ്പർ, അത് മാത്രം മനസ്സിലാലോചിക്കുക. വേറെ ഒന്നും ചിന്തിക്കരുത്. കണ്ണുകൾ തുറന്നിട്ട് ആ നമ്പറിനെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഫോൺ ഈസ് അൺലോക്ക്ഡ്. ഇതിലെന്തെങ്കിലും കോയിൻസിഡൻസ് ഉണ്ടോ ജ്യോതിഷ? അതായത് ഈ നമ്പേഴ്സ് ഒന്നും എൻ്റെ അല്ല, അതെല്ലാം ജ്യോതിഷയുടെ മനസ്സിൽ തോന്നിയത്. എനിക്കറിയില്ല ജ്യോതിഷ രാവിലെ സ്കൂൾ ബസ് വരുന്ന സമയം എനിക്കറിയില്ല, റോൾ നമ്പർ എനിക്കറിയില്ല, ഫേവറേറ്റ് നമ്പർ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ജ്യോതിഷ ടൈപ്പ് ചെയ്ത നമ്പറുകളെല്ലാം എൻ്റെ പാസ്വേഡായിരുന്നു. എല്ലാവരുടെയും കാര്യത്തിൽ ഇത് തന്നെ ആപ്ലിക്കബിൾ ആയിട്ട് വരാറുണ്ടോ? ചിലപ്പോൾ തെറ്റിപ്പോകും. കാര്യം എന്ന് വെച്ചാൽ ഒരാൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പെർഫോമൻസ് കാണുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യണം, ആസ്വദിക്കാനുള്ളൊരു കഴിവുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ലേഡീസിലായിരിക്കും കൂടുതൽ മെൻ്റലിസം വർക്കൗട്ട് ആവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് സ്കെപ്റ്റിക്കായിട്ടൊരു നേച്ചർ ഉണ്ടാവില്ല. ലേഡീസിന് കൂടുതലും ആസ്വദിക്കാനുള്ളൊരു കഴിവായിരിക്കും ഉണ്ടാവുക. അവരെന്ത് കണ്ടാലും അവർ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കേണ്ട സ്ഥലത്ത് പൊട്ടിച്ചിരിക്കും. പക്ഷേ ആണുങ്ങൾ കുറേ കൂടെ റിസർവ്ഡാണ്, കുറച്ചുകൂടെ സ്കെപ്റ്റിക് മൈൻഡ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആസ്വാദനം മറന്നിട്ട് അതിൻ്റെ രഹസ്യത്തിന് പുറകെ അവർ പോകും. പക്ഷേ ലേഡീസ് അങ്ങനെയല്ല. ലേഡീസ് അത് ആസ്വാദന കലയാണെങ്കിൽ അത് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടുതലും ലേഡീസിനായിരിക്കും കൂടുതൽ സക്സസ്ഫുൾ റേഷ്യോ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ എക്സ്പീരിയൻസിൽ, ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസിൽ. ഇനി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഫോണിൻ്റെ ജ്യോതിഷയുടെ പാസ്കോഡ് ഞാൻ റിവീൽ ചെയ്യുന്നു അല്ലേ? എനിക്ക് ജ്യോതിഷയുടെ മൊബൈൽ ഫോൺ തരുമോ? എന്നോട് മാക്സിമം കോപ്പറേറ്റ് ചെയ്യണേ. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ നമ്പറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക.
ഫസ്റ്റ് നമ്പറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഫസ്റ്റ് നമ്പറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. 0 1 2 3 4 5 6 7 8 9 9 8 7 6 5 4 3 2 1 0. ഫസ്റ്റ് നമ്പർ ഇസ് 1. 1 ആണോ? യെസ്. ലാസ്റ്റ് ഡിജിറ്റിനെ കുറിച്ച് ചിന്തിക്കാവോ? ലാസ്റ്റ് ഡിജിറ്റിനെ കുറിച്ച്, ആ നമ്പറിനെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ച്. അതൊരു വലിയൊരു ബിഗർ വേൾഡിൽ കാണുന്നതായിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്ത്, ആ നമ്പർ എന്നിലേക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്തോ. ഇമാജിൻ ചെയ്തോ? ലാസ്റ്റ് നമ്പർ ഈസ് 0. യെസ്. ഇനിയും സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും മാത്രമാണുള്ളത്. സെക്കൻഡ് ഡിജിറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. 0 1 2 3 4 5 6 7 8 9 9 8 7 6 5 4. ഇറ്റ്സ് 4. യെസ്. ലാസ്റ്റ് നമ്പറിനെ തേർഡ് ഡിജിറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുക, തേർഡ് ഡിജിറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് ഞാൻ റിവീൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. പബ്ലിക് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് ചേഞ്ച് ചെയ്യാമല്ലോ അല്ലേ? ആ നമ്പറും യൂസ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ നമ്പറുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഉണ്ട്. അതായത് അത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ ഇതാണോ? അല്ല. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡിജിറ്റ് ആ വെഹിക്കിളിൻ്റെ നമ്പറിലുണ്ടോ? ഇറ്റ്സ് 7. യെസ്. 1470. നോക്കാം. യെസ്, ഇറ്റ്സ് ലോ. ഇനി സർപ്രൈസ് ഇടാൻ തീരുന്നില്ല. ഞാൻ ജ്യോതിഷ ഇവിടെ കാണുമെന്നും ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഇന്നലെ വിളിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് ഇന്ന് ബുധനാഴ്ച മീറ്റ് ചെയ്യാനൊക്കെ കാര്യങ്ങൾ എന്തായാലും ഞാൻ പ്രിപ്പയർ ആയിരിക്കുമല്ലോ. ജ്യോതിഷ പ്രിപ്പയറും അല്ല, ഞാൻ പ്രിപ്പയറുമാണ് അല്ലേ? അതാണ് പലപ്പോഴും സംഭവിക്കുക. അപ്പം ഞാൻ ജ്യോതിഷയെക്കുറിച്ച് കുറച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ജ്യോതിഷം എന്താണെന്നും നിങ്ങളുടെ ടേസ്റ്റുകളെക്കുറിച്ചൊക്കെ ഞാൻ അത് നമുക്ക് വേറെ ഒന്നും പോകണ്ട. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരിധിയാൽ മതി. നമ്മളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നമുക്കറിയാൻ പറ്റും. നമ്മളെല്ലാം ട്രാവൽ ചെയ്യുന്ന എല്ലാം നമ്മൾ ഇടാറുണ്ടല്ലോ. പക്ഷേ ഈ പാസ്കോഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതായത് ജ്യോതിഷയുടെ പാസ്കോഡ് ഇതാണ് എന്ന് ജ്യോതിഷയെ കാണുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് കോൺവെർസേഷനിൽ എനിക്ക് ഇതായിരിക്കും, ഞാൻ ഇതൊക്കെ ഈ ഒരു പ്രക്രിയയൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുവാണ് ജ്യോതിഷയുടെ പാസ്കോഡ് ഇതായിരിക്കും എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഈ നടക്കുന്ന ഇൻസിഡൻറ്റ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ, എൻ്റെ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ നടന്ന ഒരു ഇൻസിഡൻറ്റും ഞാൻ നേരത്തെ കാണാത്തതല്ല, ഇറ്റ്സ് ഓൾറെഡി പ്രിഡിക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ ജ്യോതിഷയ്ക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളിവിടെ ഇരിക്കുന്നതും ഇതൊക്കെ എനിക്ക് നേരത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഇതായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ വേറൊരു തരത്തിലൊന്നും നമ്മൾ ചിത്രീകരിക്കരുത്. ഇത് പെർഫോമൻസിൻ്റെ മികവിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യം. എനിക്ക് ഒരുപാട് കോൾസ് അതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ ഒരിക്കലും അതിനെ എൻ്റർടൈൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഞാൻ നിരീശ്വരവാദിയാണെന്നുള്ളതല്ല, ഞാൻ ഈശ്വരവിശ്വാസി തന്നെയാണ്. പക്ഷേ ഞാൻ ഈ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സിനെ ഒന്നും ഞാൻ അധികം സപ്പോർട്ട് ചെയ്യാറില്ല. കാര്യം നമ്മൾ മനുഷ്യരാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ ഇതിനെ ഒരുപാട് ആൾക്കാർ മിസ്യൂട്ടിലൈസ് ചെയ്യും. ഈ ഒരു കലാരൂപത്തെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതിൻ്റെ അളവ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. കാര്യം ഒരുപാട് പേര് ഇത് പഠിക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് പോകാം. എനിക്കൊരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടുമല്ലോ. എൻ്റെ സ്റ്റോറി ഒന്ന് പോയി, എൻ്റെ സ്റ്റോറിയിലേക്ക് ഒന്ന് നോക്കി. ക്യാമറയിലും കൂടെ കാണിക്കാം. ആ, കാണിച്ചു. സ്റ്റോറി നോക്കാം. പോണേ. Seven minutes ago എൻ്റെ ഫോണിൻ്റെ ലോക്ക്. പക്ഷെ 7 minutes ago നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയതാണോ? മേ ബി ആയിരിക്കാം. ഇതാണ് മെൻ്റലിസത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അതായത് കാണികളെ ചിന്തിപ്പിക്കുക. മെൻ്റലിസം എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോം ബാക്കിയുള്ളൊരു ആർട്ട് ഫോം പോലെയല്ല. പലപ്പോഴും ശ്രീനിവാസൻ്റെ മൂവി നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ആ മൂവിയെക്കുറിച്ച് ചിന്തിക്കും. പല ആശയങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിപ്പിക്കുന്ന മൂവികളാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ മെൻ്റലിസം എന്ന് പറയുന്നത് ആ ഒരു
സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഇനി ജ്യോതിഷം പോകുമ്പോഴൊക്കെ ജ്യോതിഷയുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഈ മഹേഷ് എൻ്റെ പാസ്പോർട്ടിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മഹേഷ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യങ്ങളാണ് ഈ കലാരൂപത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യൂരിയോസിറ്റി എന്ന് നഷ്ടപ്പെടുന്നു, അന്ന് ഈ കലാരൂപം ഉണ്ടാവില്ല. ഇതിലിപ്പോൾ മാജിക് ഇൻവോൾവ് ആയിരുന്നോ? ഇതിനകത്ത് മാജിക് ഇൻവോൾവ് അല്ല. അല്ല, പ്യുവർ മെന്റലിസം. അതെ, പ്യുവർ മെന്റലിസം. ഇത് ശരിക്കും മൈൻഡ് റീഡിങ്. ഞാൻ ആ നമ്പർ ആലോചിച്ചപ്പോൾ എൻ്റെ മൈൻഡിലുള്ള നമ്പർ റീഡ് ചെയ്തിട്ട് തന്നെയല്ലേ? അത് എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ മികവിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം നമ്മൾ പിന്നെ മോഹൻലാൽ പറയുന്ന പോലെ ഏതൊരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുമെന്ന് പറഞ്ഞ പോലെ ആ പെർഫോമൻസിനെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പല വഴികളും സ്വീകരിക്കും. പക്ഷെ അതെല്ലാം ഒന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. സംഭവം എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ടാവും, സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ഉണ്ടാവും. അത്രേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഒന്നും കൂടെ വേറെ നമുക്ക് ഗ്രൂപ്പിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാം. നമ്മുടെ ഓഫീസിൽ ഉള്ളവർക്കും ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഓഫീസിലോട്ട് പോകാം. ഓക്കെ.